അതിർത്തി കടന്നുള്ള വിവാഹങ്ങൾ എന്നും അന്താരാഷ്ട്ര ഐക്യത്തിന്റെ പ്രതീകങ്ങളായാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ ബന്ധങ്ങളിലെ വലിയൊരു റിസ്ക് ഫാക്ടർ ഇപ്പോൾ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. മനുഷ്യക്കടത്തിലേക്കും മറ്റു ചൂഷണങ്ങളിലേക്കും നയിച്ചേക്കാവുന്ന റിസ്ക് ആണിത്. വിവാഹങ്ങൾ മനുഷ്യക്കടത്തുകാരുടെ കെണിയാണെന്ന് മനസ്സിലാകും മുന്നേ പെട്ടുപോകുന്ന അവസ്ഥ. കാര്യം എങ്ങനെയാണ്? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കൂടുതൽ ചൈനീസ് പുരുഷന്മാർ വിവാഹം കഴിക്കുന്നു. തുടക്കത്തിൽ ഈ വിവാഹങ്ങൾ അതിർത്തികൾ കടന്നുള്ള പ്രണയ കഥകൾ പോലെ തോന്നാം. എന്നാൽ പല കേസുകളിലും അവർ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കുകയാണ്: മനുഷ്യക്കടത്ത്. യഥാർത്ഥ വിവാഹങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് വിശ്വസിച്ച് സ്ത്രീകളെ കബളിപ്പിച്ച് വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്നു. അവർ ക്രിമിനൽ സംഘങ്ങളുടെ നിയന്ത്രണത്തിൽ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്നു. നേതാക്കളും എംബസികളും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാഴ്ത്തുമ്പോൾ ഈ വിവാഹങ്ങളിൽ ചിലത് യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണെന്നതിന് തെളിവുകൾ പുറത്തുവരികയാണ്. വിവാഹം മനുഷ്യക്കടത്തിന് ഒരു മുഖംമൂടിയാവുകയാണ്. നിയമവിരുദ്ധമായ വിവാഹ ഏജൻസികൾ വഴി അതിർത്തി കടന്നുള്ള വിവാഹങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കാനും ബൈയിങ് എ ഫോറിൻ വൈഫ്, അതായത് വിദേശ ഭാര്യയെ വാങ്ങുക എന്ന ആശയം നിരസിക്കാനും ബംഗ്ലാദേശിലെ ചൈനീസ് എംബസി തങ്ങളുടെ പൗരന്മാരോട് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അത്തരം വിവാഹങ്ങളെ പറ്റിയും ദുരുപയോഗത്തിന്റെയും റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ പ്രാദേശിക നിയമപ്രകാരം ഇങ്ങനെയുള്ള വിവാഹങ്ങൾ മനുഷ്യക്കടത്തിന് തുല്യമാണ്. വഞ്ചനയിലൂടെയോ ലാഭത്തിനോ വേണ്ടി നടത്തുന്ന ഏതൊരു തരത്തിലുള്ള അതിർത്തി കടന്നുള്ള വിവാഹ ബന്ധങ്ങളും ചൈനീസ് നിയമം ഇതിനകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതിർത്തി കടന്ന് പ്രവർത്തിക്കുന്ന രഹസ്യ ഏജന്റുമാരുടെ പ്രവർത്തനം വ്യാപിക്കുന്നത് ഈ നിയമപരമായ നിയന്ത്രണം ഫലപ്രദമല്ലെന്ന് തെളിയിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായി വിവാഹത്തെ കാണുന്ന ദരിദ്ര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള യുവതികളെയാണ് ഈ ഏജന്റുമാർ ലക്ഷ്യമിടുന്നത്. 2019 ഏപ്രിൽ 18 ഗൾഫ് ന്യൂസ് സമാനമായ ആശങ്കകളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം ക്രിസ്ത്യൻ പെൺകുട്ടികളെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നു. ഈ തട്ടിപ്പിൽ നിയമവിരുദ്ധ വിവാഹ കേന്ദ്രങ്ങളുമായുള്ള പാകിസ്ഥാന്റെ പോരാട്ടത്തെ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. പലപ്പോഴും വിദേശത്ത് മെച്ചപ്പെട്ട ജീവിതം വാഗ്ദാനം ചെയ്യുന്ന സമ്പന്നരും പുതിയതായി മതം മാറിയ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയി ചൈനീസ് പുരുഷന്മാരെ പരിചയപ്പെടുത്തുന്നു. ചൈനയിൽ ഒരു സ്വപ്ന ജീവിതത്തിന് പകരം നിരവധി സ്ത്രീകളെ വേശ്യാവൃത്തിയിലേക്ക് കടത്തുകയോ നിയമവിരുദ്ധ അവയവ വ്യാപാരത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുന്നു. ഈ റിപ്പോർട്ടുകളിലൊക്കെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ തട്ടിപ്പുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ക്രിസ്ത്യാനികളെ വളരെയധികം ബാധിക്കുന്നു. അനധികൃത വിവാഹ ഏജന്റുമാർ ദരിദ്ര കുടുംബങ്ങളുടെ വിശ്വാസം നേടുന്നതിനായി പലപ്പോഴും ചൈനീസ് പുരുഷന്മാരെ അനുയോജ്യരായ പുരുഷന്മാരായി വേഷം മാറ്റി വ്യാജരേഖകൾ വരെ, അതായത് മതപരിവർത്തന സർട്ടിഫിക്കറ്റുകൾ വരെ വ്യാജമായി നിർമ്മിക്കുന്നുണ്ട് എന്നാണ്. ശരിക്കും ഇനിക്വാളിറ്റി, അസമത്വത്തിലാണ് ഈ വഞ്ചനയുടെ വേരൂന്നിയിരിക്കുന്നത്. 2019 നവംബർ 5 ഒരു DW റിപ്പോർട്ട് പ്രകാരം ഒരു ചൈനീസ് പുരുഷനിൽ നിന്ന് തന്റെ മകൾക്കുള്ള വിവാഹ അഭ്യർത്ഥന ഒരു അനുഗ്രഹമായി പാകിസ്ഥാൻ പിതാവ് ബഷീർ അഹമ്മദ് കണ്ടു. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മറ്റൊരു വഴി സങ്കല്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്നാൽ ചൈനയിൽ എത്തിയ ശേഷം മകളെ മർദ്ദിക്കുകയും വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ആ സ്വപ്നം പെട്ടെന്നൊരു പേടി സ്വപ്നമായി മാറുകയായിരുന്നു. ഈ മകളുടെ കഥ മറ്റു പലരുടെയും കഥയെ പ്രതിഫലിപ്പിക്കുന്നു. ദാരിദ്ര്യത്തെയും പരമ്പരാഗത വിശ്വാസങ്ങളെയും മുതലെടുത്താണ് ചൂഷണം ചെയ്യൽ നടക്കുന്നത്. പല കുടുംബങ്ങളും പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ. ഈ ദുരുപയോഗങ്ങളൊക്കെ കൂടി വരുന്നത് ഒരു പരിധിവരെ സർക്കാരുകളുടെ മന്ദഗതിയിലുള്ളതും തെറ്റായ വഴിയിലുള്ളതുമായ പ്രതികരണങ്ങളാണ്. ഇരകളിൽ നിന്നുള്ള നിരവധി വാർത്താ റിപ്പോർട്ടുകൾക്കും കഥകൾക്കും ശേഷവും ചൈനയും അതിന്റെ ദക്ഷിണേഷ്യൻ പങ്കാളികളും പ്രതികരിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നില്ല, പോരാതെ മടിയും കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2019 മെയ് 12 ഗൾഫ് ന്യൂസും ദി എക്സ്പ്രസ് ട്രൈബ്യൂണും റിപ്പോർട്ട് ചെയ്ത ഒരു പ്രസ്താവനയിൽ ചൈനയിൽ പാകിസ്ഥാൻ സ്ത്രീകൾ ഉൾപ്പെട്ട നിർബന്ധിത വേശ്യാവൃത്തിക്കോ അവയവ വ്യാപാരത്തിനോ തെളിവില്ലെന്ന് ഇസ്ലാമാബാദിലെ ചൈനീസ് എംബസി പറഞ്ഞു. എന്നാൽ നിയമവിരുദ്ധമായ വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെന്ന് എംബസി സമ്മതിക്കുകയും അത് പരിഹരിക്കാൻ പാകിസ്ഥാൻ അധികാരികളുമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ യുവതികളൊക്കെ എവിടെ പോയി എന്നതിന് ഉത്തരമോ? ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ചൈന പാകിസ്ഥാൻ ബന്ധങ്ങളുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനാണ് ഈ പ്രസ്താവനകളൊക്കെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് തോന്നുന്നു. 2015 ആരംഭിച്ചതും $46 ബില്യൺ വിലമതിക്കുന്നതുമായ CPEC ആയിരക്കണക്കിന് ചൈനീസ് തൊഴിലാളികളെയും ബിസിനസ്സുകാരെയും പാകിസ്ഥാനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് 2019 ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആളുകളുടെ ഈ വലിയ മുന്നേറ്റം ദുരുപയോഗവും നിയമവിരുദ്ധ വിവാഹങ്ങളും നടക്കുന്നത് എളുപ്പമാക്കി. ദി എക്സ്പ്രസ് ട്രൈബ്യൂൺ പങ്കിട്ട അഭിപ്രായങ്ങളിലും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് ഈ സെൻസിറ്റിവിറ്റി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിഷയം പെരുപ്പിച്ചു കാണിക്കരുതെന്നും അത് എങ്ങനെ സംസാരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനും ചൈനയും ഈ വിഷയം അന്വേഷിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ സ്ഥിരീകരിച്ചു. ഈ ജാഗ്രതയോടെയുള്ള പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ശക്തമായ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധത്തെ വ്രണപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഒരു പ്രധാന ഘടകം വിസ, കുടിയേറ്റ നയങ്ങളിലെ പൊരുത്തക്കേടുകളാണ്.
DWയുടെ റിപ്പോർട്ടിൽ ചൈനീസ് പൗരന്മാർക്ക് പാകിസ്ഥാനിലേക്ക് താരതമ്യേന വലിയ നിയന്ത്രണങ്ങളില്ലാതെ പ്രവേശനം ലഭിക്കുന്നു. പലപ്പോഴും വീസ ഓൺ അറൈവൽ ലഭിക്കുന്നു എന്നാണ്. എന്നാൽ ചൈന ചെറിയ നീക്കങ്ങളാവില്ലല്ലോ നടത്തുന്നത്. ഇതിനു വിപരീതമായി പാകിസ്ഥാൻ പൗരന്മാർക്ക് ചൈനയിലേക്ക് പ്രവേശിക്കാൻ കർശനമായ വീസ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പ്രക്രിയകളിലെ ഈ ഇംബാലൻസോടെ ചൂഷണം നടത്തുന്നവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനും എളുപ്പമാകുന്നു. അതേസമയം അവരുടെ ഇരകൾ ഈ ഇംബാലൻസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിയമങ്ങൾ നിലവിലുണ്ട്, പക്ഷെ അവ ഒരേപോലെ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നതാണ് കാര്യം. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ കർശനമായ മനുഷ്യക്കടത്ത് വിരുദ്ധ നിയമങ്ങളുണ്ട്. 7 വർഷം തടവ് മുതൽ വധശിക്ഷ വരെ നൽകുന്നു. എന്നിരുന്നാലും അണിയറ നീക്കങ്ങൾ നടത്തുന്നവർ അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കാരണം നിയമപ്രക്രിയകൾ ദീർഘവും ദുഷിച്ചതുമാണ്. പാകിസ്ഥാനിൽ നിയന്ത്രണങ്ങൾക്ക് പരിമിതമായ സ്വാധീനമേ ഉണ്ടായിരുന്നുള്ളൂ. 2019 മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെയും റെയ്ഡുകളെയും തുടർന്ന് ലാഹോറിൽ 11 ചൈനീസ് പൗരന്മാരെയും നിരവധി പ്രാദേശിക കൂട്ടാളികളെയും FIA അറസ്റ്റ് ചെയ്തതായി ദി എക്സ്പ്രസ് ട്രൈബ്യൂൺ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ ഒറ്റപ്പെട്ട നടപടികൾ മാത്രമാണെന്ന് തോന്നുന്നു. കൂടാതെ വ്യാപകമായ മനുഷ്യക്കടത്ത് ശൃംഖലകളെ ഗണ്യമായി ശിക്ഷിക്കുകയോ തകർക്കുകയോ ചെയ്തതായി റിപ്പോർട്ടില്ല. ഇനിയാണ് ശരിക്കുമുള്ള കാര്യം. ഈ അഴിമതിയുടെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന വശങ്ങളിലൊന്ന് ഇരകളാകുന്ന സ്ത്രീകളുടെ വിധിയാണ്, അവരുടെ അവസ്ഥയാണ്. വിവാഹിതരായി വിദേശത്തേക്ക് പോകുമ്പോൾ ഭാഷ, സംസ്കാരം, നിയമപരമായ സംരക്ഷണം എന്നിവയുടെ അഭാവം മൂലം അവർ ഒറ്റപ്പെടുന്നുണ്ട്. വിവാഹ തട്ടിപ്പ് പ്രതിസന്ധി ഒരു ബൈലാറ്ററൽ പ്രശ്നം മാത്രമല്ല, ഇത് വളരെ വലിയൊരു പ്രാദേശിക ചൂഷണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. കുറഞ്ഞത് 5 മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ കേസുകളുമായി ഇത്തരം ബ്രൈഡ് ട്രാഫിക്കിംഗ് കേസുകൾ അസ്വസ്ഥമാകും വിധം സമാനമാണ് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയിലെ വിശാലമായ ലിംഗ അസന്തുലിതാവസ്ഥയിലേക്കും അതുപോലെ ഭാര്യമാർക്കുള്ള ആവശ്യകതയിലേക്കും ഈ പ്രതിഭാസം വിരൽ ചൂണ്ടുകയാണ്. അവിടെ വർഷങ്ങളായി തുടരുന്ന ഒരു കുട്ടി നയവും ആൺമക്കളോടുള്ള സാംസ്കാരിക മുൻഗണനയും സ്ത്രീകളുടെ ഗണ്യമായ കുറവിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ ഈ കടത്തുകാർ ആവശ്യങ്ങൾ നിറവേറ്റാൻ അതിർത്തിക്കപ്പുറത്തേക്ക് വല വീശുന്നു. ഇതോടെ തെക്ക് കിഴക്കൻ ഏഷ്യ, ദക്ഷിണേഷ്യ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള ദരിദ്രരായ സ്ത്രീകൾ ഒരു അന്താരാഷ്ട്ര വിവാഹ വിപണിയിൽ ഉൽപ്പന്നങ്ങളായി മാറുകയാണ്. ദക്ഷിണേഷ്യയിൽ ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാൽപ്പാടുകൾ സാമ്പത്തിക നിക്ഷേപം മാത്രമല്ല, ഉത്തരവാദിത്വവും കൊണ്ടുവരുന്നുണ്ട്. ചൈനയും അതിന്റെ പങ്കാളി രാജ്യങ്ങളും തന്ത്രപരമായ സഖ്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഇടയിലുള്ള ബാലൻസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് വിവാഹ തട്ടിപ്പ് പ്രതിസന്ധി.